എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത് നെയ്വിളക്കിൻ്റെ പ്രാധാന്യമാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നെയ്വിളക്ക് കത്തിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ശുദ്ധമായിട്ടുള്ള പശു നെയ്യ് ഒരു നിലവിളക്കിൽ ഒഴിച്ചിട്ട് 5 തിരിയിട്ട് അതിൻ്റെ രീതിയിൽ ദീപം കൊളുത്തിക്കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് നമസ്കരിച്ചാൽ, തുടർച്ചയായിട്ടൊരു 21 ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് വിഷമതകളെയും തരണം ചെയ്യാനും, നമുക്ക് മനസ്സിലെ ഒരു കാര്യം നടക്കണം എന്ന് നല്ല ഉദ്ദേശത്തോടു കൂടെയുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് നടക്കുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മളുടെ ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, അല്ലെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ട് ഏത് ദേവനെയും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഗുണമായിട്ട് വരും. അത് മാത്രമല്ല, വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്ന ഒരു കാര്യവും കൂടെയാണ്. ഗൃഹത്തിലാണെങ്കിലും അമ്പലങ്ങളിലാണെങ്കിലും നെയ്വിളക്ക്, അതും ശുദ്ധമായിട്ടുള്ള പശു നെയ്യാണെങ്കിൽ അതിന് ഗുണം വളരെയേറെയാണ്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള പശു നെയ്യ് കിട്ടുമെങ്കിൽ വളരെ ശുദ്ധിയോടുകൂടെ വൃത്തിയോടുകൂടെ എടുത്ത് അത് അമ്പലത്തിൽ സമർപ്പിക്കുകയും തിരുമേനിയോട് അത് നെയ്വിളക്ക് കത്തിച്ചു തരാൻ പറയുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് ഗുണമുണ്ട്. അത് തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നുള്ളതിന് ഒരു സംശയവുമില്ല. വീട്ടിലാണെങ്കിലും നെയ്വിളക്ക് കത്തിച്ച് നമ്മൾ ദേവനെ പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് എണ്ണയെക്കാളും അല്ലെ വെളിച്ചെണ്ണയെക്കാളും ഒക്കെ ഗുണമാണ് നെയ്വിളക്കിന്. നെയ്യൊഴിച്ച് തിരി തെളിയിച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും ശക്തിയാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ഗൃഹത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം ഉണ്ടാക്കാനും ഒക്കെ വേണ്ടി ചെയ്യുന്നതിൽ ഏറ്റവും നല്ലതാണ് നെയ്വിളക്ക് കത്തിക്കുക, തെളിയിക്കുക. പശു നെയ്യ്ക്ക് അത്രമേൽ ശക്തിയുണ്ട്. പശു നെയ്യ് പല ഔഷധ കൂട്ടുകളിലും, ആയുർവേദത്തിൽ ഒരുവിധം എല്ലാ ഔഷധങ്ങളും നിർമ്മിക്കാനും പശു നെയ്യ് വേണം. അതുകൂടാതെ പശു നെയ്യ് പൂജയ്ക്കാണെങ്കിലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പശു നെയ്യ് ഉപയോഗിക്കാണ്ട് ഒരു നിവേദ്യവും തയ്യാറാക്കാൻ പറ്റില്ല. ദേവൻ ഏത് നിവേദ്യം നമ്മൾ സമർപ്പിക്കുകയാണെങ്കിലും അതിൽ നിർബന്ധമായിട്ടും ഉപസ്തരണം അല്ലെങ്കിൽ പശു നെയ്യ് ചേർക്കും. അത് ഗായത്രി മന്ത്രത്തോടുകൂടെ തൊട്ട് ജപിച്ചിട്ടാണ് നമ്മൾ ഏത് ദേവനെ നിവേദിക്കുള്ളൂ. അത്ര പ്രാധാന്യമുണ്ട് പശു നെയ്ക്ക്. അപ്പം എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവിധ ഐശ്വര്യവും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടെ ഗൃഹത്തിലേക്ക് വന്നു ചേരട്ടെ. നന്ദി, നമസ്കാരം.